ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ്. നേരത്തെ ഇവിടെ ഉള്ള പോലീസുകാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് വെളുപ്പിന് 3 മണി മുതൽ തന്നെ ദർശനത്തിന് വേണ്ടി ഭക്തർ ഈ ക്യൂവിലേക്ക് വന്നു തുടങ്ങിയതാണ് എന്നുള്ളതാണ്. ക്ഷേത്രം തുറക്കുന്നതിനും മണിക്കൂറുകൾ മുമ്പ് തന്നെ ആൾക്കാർ എത്തി. ആ ആൾക്കാരൊക്കെയാണ് ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. അതിനിടയിൽ ഈ ഉത്സവ സമയത്ത് കൂടുതൽ പൂജകൾ രാവിലെ ഉണ്ട്. പ്രത്യേകിച്ച് രാവിലെ അമ്മ നട തുറന്നു വരുമ്പോൾ അമ്മ ആദ്യം കാണുന്നത് കുത്തിയോട്ടം വ്രതമെടുക്കുന്ന കുട്ടികളെയാണ്. അപ്പോൾ അവരുടെ ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിയാൻ വേണ്ടി കുറച്ചധികം സമയം കഴിയും. അതുകൊണ്ടാണ് ഈ പുറത്ത് വരി നിൽക്കുന്ന ഭക്തർക്ക് ഇത്ര സമയം ഈ രാവിലെ തൊഴാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്നത്. അങ്ങനെ നിരവധി ചടങ്ങുകൾ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ട്. പിന്നെ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ സുധീഷിൻ്റെ ക്യാമറ നിൽക്കുന്നു, അവിടെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. എവിടെ നിന്നാലും ദേവിയെ കാണാം എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും പിന്നിൽ നിന്നാൽ പോലും ഒന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ തിരക്ക് കാരണം കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. എങ്കിലും ഒന്ന് കാലുയർത്തി നിന്നാൽ ഏത് സ്ഥലത്ത് നിന്നും ദേവിയെ കാണാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഭക്തർ ഈ ക്യൂവിൽ നിൽക്കാൻ സാധിക്കാത്തവർ, പോകാൻ ധൃതിയുള്ളവരൊക്കെ ഓടി വന്ന് നമുക്ക് ഈ കാണുന്ന ഈ പന്തലിൻ്റെ സുധീഷ് ഈ പന്തലിൻ്റെ എന്നെ കാണുമ്പോൾ മനസ്സിലാവും. ഈ പന്തലിൻ്റെ തൊട്ട് പിന്നിൽ നിന്ന് ഈ ബാരിക്കേഡിൻ്റെ തൊട്ട് പിന്നിൽ നിന്ന് ആൾക്കാർ തൊഴുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്നും ദേവിയെ കാണാം. അപ്പോൾ ഒരുപാട് അവിടെ നിന്ന് ആ നാരങ്ങാവിളക്കൊക്കെ കത്തിച്ചു നിൽക്കുന്ന ആ നടപ്പന്തലിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന് തന്നെ നടന്നു വരുമ്പോൾ തന്നെ അകത്തെ ശ്രീകോവിലിലെ ആ വെളിച്ചവും ദേവിയുടെ രൂപവും ഒക്കെ കണ്ടുകൊണ്ടാണ് ഭക്തർ വരുന്നത്. അതുകൊണ്ട് ഇവിടെ ദർശനത്തിന് ആറ്റുകാൽ വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ ഓഫീസിലേക്ക് വരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയാണ് എല്ലാ ദിവസവും. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഒന്ന് ഓടി ഈ നടപ്പന്തലിൻ്റെ ഇവിടെ വന്നൊന്ന് തൊഴുതിട്ട് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ദേവിയെ കാണുന്ന ചില ആൾക്കാരിൽ ഒരാളാണ് ഞാനും. ഏതായാലും ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നു. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ദിവസം മാത്രമേ ഇനി പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾക്ക് ബാക്കിയുള്ളൂ തിരുവനന്തപുരംകാർക്ക്. ഇന്നു മുതൽ അതിഥികൾ എത്തി തുടങ്ങുകയായി. ഈ ക്ഷേത്രത്തിന് പരിസരത്ത് ഒരുപാട് വീടുകളുണ്ട്. ആ വീടുകളിലൊക്കെ പൊങ്കാല അടുപ്പുകൾ സ്ഥിരമായി പൊങ്കാലയിടാൻ വേണ്ടി വരുന്ന ഭക്തരുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. അതിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഇവിടെ വീടുകളുടെ മുന്നിൽ പന്തലിടുന്നതും പെയിൻ്റ് അടിക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ അതിഥികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ ഭക്തരുടെ ഈ നിര ഇനി അവസാനിക്കില്ല. ഇനി പൊങ്കാല ഇടുന്ന അന്ന് തൊട്ട് മുമ്പ് വരെ ഈ ക്യൂവിലൂടെ ഇങ്ങനെ ഭക്തർ ഒഴുകിക്കൊണ്ടേയിരിക്കും. ദൂരദിക്കുകളിൽ നിന്ന് വരുന്നവർ തമ്പാനൂരിൽ ട്രെയിനും ബസ്സും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓടി അമ്മയുടെ അടുത്തേക്ക് വരും. കാരണം പൊങ്കാലയ്ക്കുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നതിന് മുൻപ് അമ്മയെ ഒന്ന് തൊഴുത് ആ പൊങ്കാല ഇടുന്ന സ്ഥലത്തേക്ക് പോകാം എന്നുള്ളത് കൊണ്ട്. കാരണം ഇവിടെ വന്നാൽ എത്രത്തോളം തിരക്കുണ്ടാകും, എത്രത്തോളം അമ്മയെ കാണാൻ കാത്തു നിൽക്കേണ്ടി വരും എന്നറിയാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഈ ട്രെയിൻ ഇറങ്ങുന്നവരൊക്കെ ഓടി ക്ഷേത്രത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ വന്ന് ദർശനം നടത്തിയ ശേഷം പിന്നീട് പൊങ്കാല ഇടാൻ പോകും. ചിലരാകട്ടെ ആ പൊങ്കാല ഇടുന്നതിന് മുൻപ് ഓടി വന്ന് അമ്മയൊന്ന് തൊഴാൻ വേണ്ടി വരും. അത് ഈ ക്ഷേത്ര മുറ്റത്ത് പൊങ്കാല ഇടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരാണ്. ക്ഷേത്രമുറ്റത്ത് പൊങ്കാലിടുക എന്ന് പറയുന്നത് ഭക്തരെ സംബന്ധിച്ച് വലിയ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അതിന് കുറച്ച് കഷ്ടതകളുണ്ട്. കാരണം ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഇപ്പോൾ ഇന്നൊക്കെ വന്ന് ഈ ക്ഷേത്രമുറ്റത്ത് തന്നെ തമ്പടിച്ച് ഇരിക്കേണ്ടി വരും. നല്ല വെയിലുണ്ട്. ആ വെയിലൊക്കെ സഹിച്ച് ഈ 2 പകലുകൾ കാത്തിരുന്ന് കൃത്യമായ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവിടെ അടുപ്പ് കൂട്ടി അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ ക്ഷേത്ര മുറ്റത്ത് ഈ പൊങ്കാല അടുപ്പുകൾ കൂട്ടി. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? അടൂര്. എല്ലാ വർഷവും വരാറുണ്ട്? പൊങ്കാല ഇടാൻ വന്നതാണോ അത് ദർശനത്തിനാണോ? അല്ല, ഞാനിവിടെ പഠിക്കുക കവടിയാറ്. അപ്പോൾ നേരത്തെ പൊങ്കാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊങ്കാല ഇടാനും ക്ഷേത്ര ദർശനത്തിനുമായിട്ട് വരുന്ന ഭക്തർ ഇവിടെ ആറ്റുകാലിലെ മറ്റൊരു പ്രത്യേകതയാണ് ഈ നാരങ്ങാവിളക്ക്. ഇവിടെ എല്ലാ ദിവസവും ഉള്ള ഒരു ചടങ്ങാണിത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ ഇവിടെ വന്ന് നാരങ്ങാവിളക്ക് കത്തിക്കുക എന്നുള്ളത് ഭക്തരുടെ അവരുടെ ഒരു ചിട്ടയാണ്. കാരണം അതിലെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല സുധീഷ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കത് ഷൂട്ട് ചെയ്യാം. ഇങ്ങനെ ഈ വിളക്ക് കാലുകളിൽ നാരങ്ങ തുണ്ടുകളിൽ തിരി കത്തിച്ച് ഇങ്ങനെ ഓരോ തട്ടത്തിലാക്കി ആ തിരി കത്തിച്ച് അമ്മയ്ക്ക് മുന്നിലൊന്ന് ഒഴിഞ്ഞ ശേഷം ആ വിളക്ക് തട്ടത്തിലേക്ക് വെക്കുന്നതാണ് ഇതിൻ്റെ ഒരു രീതി. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഈ നാരങ്ങ വിളക്കിനുള്ള എണ്ണയും തിരിയും ഒക്കെ കൊടുക്കുകയും ചെയ്യും. ഈ നാരങ്ങ വിളക്ക് എന്തിനാണ്? പ്രാർത്ഥനയോടെയാണോ? എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? നമ്മൾ മനസ്സ് തുറന്ന് ആഗ്രഹിക്കുന്നതല്ല, നമ്മളെ വിശ്വാസം നമ്മളെ രക്ഷിക്കുന്നു. എവിടെ സ്ഥലം? എവിടെ? ആറ്റിങ്ങല്. ആറ്റുകാല് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇവിടുത്തെ ഒരാളാണ്. ഇവിടുത്തെ ഒരാളാണ്, അമ്മയുടെ ഒരാളാണ്. അയ്യോ, ഇങ്ങനെ വരുത്തും അല്ലെങ്കിലും വരേണ്ട പറ്റില്ല. എപ്പോഴാഗ്രഹിക്കണം എന്നാലും വരും കാണും.
ഒരു കാന്തിക ശക്തി അമ്മയ്ക്കും ഭക്തർക്കും ഇടയിലുണ്ട്. അവർ എത്ര അകലേക്ക് പോയാലും ഇവിടേക്ക് വലിച്ചെടുപ്പിക്കുക. അവർ ഏത് ഭക്തരുടെ അടുത്ത് ചോദിച്ചാലും അവർ പറയും അമ്മയെ വിളിക്കുകയല്ലേ എന്ന്. അങ്ങനെ അമ്മ ഓരോ തവണയും വിളിക്കും. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഭക്തരുണ്ട്, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കേണ്ട ഭക്തരുണ്ട്. അങ്ങനെ ദൂരെയൊക്കെയുള്ള ആൾക്കാർ ഇനി എന്ത് കഷ്ടപ്പെട്ടായാലും ഒരുപക്ഷെ ഇവിടെ നിന്ന് പൊങ്കാല ഇടുന്ന ദിവസം അവർ ചിന്തിക്കും ഇനി അടുത്ത വർഷം വരാൻ പറ്റുമോ, ഇത്രയും കഷ്ടപ്പാടൊക്കെ അല്ലേ എന്ന്. പക്ഷേ ആറ്റുകാൽ ദേവി അവരെ കൊണ്ടുവരും, തിരുമുമ്പിൽ പൊങ്കാലയിടാനുള്ള അവസരം അവർക്ക് നൽകുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. ഇനിയിപ്പോൾ സുധീഷ് ഈ ഭാഗത്തേക്ക് തിരിച്ചാൽ ഇവിടെയൊക്കെ നാളെ ഇതൊന്നും ആയിരിക്കില്ല സ്ഥിതി. ഇവിടേക്ക് കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തും. ഇവിടെയൊക്കെ പൊങ്കാല അടുപ്പുകൾ നിറയും. സാധാരണഗതിയിൽ ഇവിടെയൊക്കെ പൊങ്കാല അടുപ്പുകൾ നിറയുന്ന സ്ഥലങ്ങളാണ്. പോലീസ് കൃത്യമായ നിർദ്ദേശങ്ങൾ ഒക്കെ നൽകിയിട്ടുണ്ട് എവിടെയൊക്കെ അടുപ്പ് വെക്കണം എന്നുള്ളത്. ഇവിടെ കുറേ ഭക്തർ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവരൊക്കെ തൊഴാൻ വേണ്ടി വരി നിൽക്കാൻ വേണ്ടി എത്തിയ ആൾക്കാരാണ്. ക്ഷേത്രത്തിൽ വലിയ തിരക്ക് തന്നെയാണ്. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ തിരക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് കൂടുതൽ ഭക്തർ എത്തും. കാരണം സാധാരണഗതിയിൽ ഇന്നലെ വരെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതും കൂടുതലായിട്ടും തിരുവനന്തപുരംകാർ തന്നെയാണ്. ഒരുപാട് കലാപരിപാടികൾ വൈകുന്നേരവും രാത്രിയിലുമൊക്കെ ഉണ്ട്. അതൊക്കെ ആസ്വദിക്കുന്ന തിരുവനന്തപുരംകാരാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. ഇന്ന് മുതൽ സ്ഥിതി അതല്ല. തിരുവനന്തപുരക്കാർക്കൊപ്പം ദൂരദേശങ്ങളിൽ നിന്നുള്ള ഭക്തർ പൊങ്കാലയിടാൻ വേണ്ടി വരുന്ന